പണിയില്ലാതെ ചോറിയും കുത്തി വീട്ടിൽ ഇരുന്നപ്പോഴാണ് കുളിക്കാമെന്ന് മനസ്സിൽ നിന്ന് ഉൾവിളി വന്നത്. അങ്ങനെ ഞങ്ങൾ കുളിക്കാൻ പോകണം. അതും വെറുതെ അല്ല, കാറും വിളിച്ച്. അണ്ണൻ ഞങ്ങളെ ഭയങ്കരമായിട്ട് താമസിപ്പിച്ച്. അണ്ണൻ വരാമെന്ന് പറഞ്ഞിട്ട് അണ്ണൻ താമസിച്ചാണ് വന്നത്. അപ്പോൾ നമ്മൾ താമസിച്ചാണ് ഗൈസ് പോകുന്നത്. എന്ത് ചെയ്യാനാന്ന് പറയണേ. വേറെ എവിടെയല്ല, നമ്മുടെ അഞ്ചൽ മണലിൽ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. സൂപ്പർ വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ സെറ്റ് വെള്ളച്ചാട്ടം. അവിടെയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ അതുവഴി പോയപ്പോഴത്തേനും അവിടെ ഒരു പാലമൊക്കെ കണ്ട്. അതാണ് നിങ്ങളെ പാലം തോണ്ടേ മേളിൽ നിന്ന് കാണിച്ചു തന്നത്. ചെറുതായിട്ട് ചെറുകനാക്ക് വഴി പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവൾ വഴി തെറ്റിച്ച്. ഞങ്ങൾ എപ്പോഴും പോകുന്ന വഴി കൂടെ അല്ല പോയത്, ഷോർട്ട് കട്ട് വഴി പോയിട്ട് ചെറുതായിട്ട് വഴി തെറ്റിയതേ ഉള്ളൂ. കഴിഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ചളിയൊക്കെ അടിച്ച് പോവാണ്. അണ്ണൻ ഭയങ്കര മുടിഞ്ഞ സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മുഖം ആ പോക്ക് പോയത്. ആരും ഷൊട്ടയെ കണ്ടില്ലെന്ന് പറയുന്നത് ദോണ്ട ഷൊട്ട. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പറന്നു പോയി അവിടെ എത്തി ഗൈസ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇത് കണ്ടിട്ട് അമ്പലമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കില്ല കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ അവർ ടൂറിസ്റ്റ് സ്ഥലമാക്കാൻ വേണ്ടി അവിടെ കെട്ടിക്കൊണ്ടിരിക്കും. അവിടെയൊക്കെ പൊട്ടിയിട്ടേക്കും. അതിൻ്റെ മേളിലാണ് ഇപ്പോൾ കണ്ട കുഞ്ഞ് വെള്ളച്ചാട്ടം. നമ്മളിങ്ങനെ നടന്ന് മേളിൽ ചെല്ലുമ്പോഴാണ് ഗൈസ് വലിയ വെള്ളച്ചാട്ടം. അതിനും പൊക്കത്തിലാണ് നമുക്ക് കുളിക്കേണ്ടത്. ഇപ്പോൾ അവിടെ കെട്ടി. ഞങ്ങൾ നേരത്തെ പോകുമ്പോൾ ഈ കമ്പിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് കമ്പിയും കാര്യങ്ങളൊക്കെ ആക്കി സെറ്റാക്കി വെച്ചേക്കുന്നത്. എന്ത് ചെയ്യേ, ഒരു രക്ഷയില്ല ഗൈസ്. നല്ല രസമാണ് കാണാൻ ഇവിടെ ഇന്ന് നോക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള വെള്ളത്തിൽ കുളിക്കുക. പക്ഷെ എത്ര കുളിച്ചാലും എനിക്ക് പനിയൊന്നും വരികയില്ല. നമ്മൾ ഈ സ്റ്റെപ്പെല്ലാം കയറി വേണം ഗൈസ് പോവാൻ. ഒന്നിച്ച് നമുക്ക് പോകാം, ഒന്നിച്ച് നമ്മൾ പോയാൽ ശ്രമിച്ചാൽ വിജയം നമ്മൾക്ക്. കൂച്ചാൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കുളിക്കാൻ. ഡോറ ചേച്ചിയെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഓടിപ്പോയി കയറുക. അവിടെ ആണെങ്കിൽ ഞങ്ങൾ കയറി ചെന്നപ്പം കുറച്ച് വീട്ടുകാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് എൻ്റെ സ്ഥിരം പരിപാടി അലമ്പ് എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ട്. പെട്ടെന്ന് ഞാൻ പാൻ്റൊക്കെ വലിച്ച് പരച്ചൂരി. അടി ഷോർട്സ് കിടപ്പുണ്ട്, ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ എപ്പോൾ പാൻറ്റിട്ടാലും അതിൻ്റെ അടി ഷോർട്സ് ഇടാം. കാരണം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങണമല്ലോ എന്ന് ഓർത്ത്. എന്നിട്ട് ചാടി ഞാൻ വെള്ളത്തിൽ ഇറങ്ങി. ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഗൈസ് ഇരുട്ടി കേട്ടോ. കുറേ കിടന്ന് വെള്ളത്തിൽ ചാടി. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണമെന്നുള്ള കാര്യം പിന്നെയും ഞാൻ ഓർത്തത്. അവിടെ നിന്ന് വിക്ടറിയൊക്കെ കാണിക്കുന്നത് ഞങ്ങൾ ഇറങ്ങുന്ന കണ്ടുകൊണ്ടാണ് ബാക്കി എല്ലാവരും ഇറങ്ങിയത്. രാത്രി 6:30 ആയപ്പോഴത്തേനും നല്ല രീതിയിൽ ഇരുട്ടിയായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ഇരുട്ടിയായിരുന്നു. ഒരു 6:30 ആ ടൈമൊക്കെ ആയി. പിന്നെ ഒന്നാമത് കാടിൻ്റെ സൈഡും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് പോകണമായിരുന്നു. പിന്നെ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഞാൻ നേരം വെട്ടമുള്ളപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. വെള്ളത്തിൽ കിടന്ന് ചാടി മറിഞ്ഞ് മെതിച്ച്. പിന്നെ അമ്മയുടെ ഫോൺ കൊടുത്ത് അതിൻ്റെ കീഴിൽ പോയി നിൽക്കാൻ വേണ്ടി. പിന്നെ അതിൻ്റെ കീഴിൽ പോയി നിന്ന് കുറച്ച് ഷോയൊക്കെ കാണിച്ച് ദിൽബറൊക്കെ കളിച്ച്. അവളെ പിടിച്ച് വെള്ളത്തിൽ മുക്കാൻ നേരത്ത് അവൾ മുങ്ങിയില്ല, ചമ്മിപ്പോയി. ഞാൻ എവിടെ ചെന്നാലും ഞാൻ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ വരത്തുള്ളൂ. പിന്നെ ഒരു പാറക്കല്ല് കിടന്ന് അതിനകത്ത് തപ്പിപ്പിടിച്ച് കയറിയപ്പോൾ ആ ദരിദ്രവാസി എൻ്റെ കാലെ പിടിച്ച് വലിച്ച്. ഞാൻ വിചാരിച്ച് ഞാൻ കുണ്ടി ഇടിച്ച് അവിടെ വീണെന്ന്. അത് കഴിഞ്ഞ് നേരെ താഴെ ഇറങ്ങി. എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. വീഡിയോ ഇത്ര ഉള്ളെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത എന്തെങ്കിലും മണ്ടത്തരം കൊണ്ട് ഞാൻ ബൈ.